ചില ആൾക്കാരുണ്ട് ടോപ്പ് ആൻഡ് ബ്രാൻഡ്സ് മാത്രം യൂസ് ചെയ്യുള്ളൂ. അത് ഷൂസ് ആവാം, ക്ലോതിങ് ആവാം, ഗാഡ്ജറ്റ്സ് ആവാം, എന്തോ ആവാം. അവരുടെ വരുമാനം വെച്ച് ചിലപ്പോൾ അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പോലും പറ്റില്ല. ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. എന്നാലും അവരത് യൂസ് ചെയ്യും. എന്തുകൊണ്ട്? ജസ്റ്റ് ബിക്കോസ് സെലിബ്രിറ്റീസും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം. എന്താ അല്ലേ? അതിലുണ്ടൊരു സൈക്കോളജി. അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ. And this is chapter 9 of Atomic Habits, which is the role of family and friends in shaping our habit. തുടങ്ങാം. ഒരു മനുഷ്യന്റെ നേച്ചറിൽ അവർ ക്രേവ് ചെയ്യണ പല കാര്യങ്ങളിലൊന്നാണ് അപ്രിസിയേഷൻ. സത്യം പറഞ്ഞാൽ ഇത് ഈ ബുക്കിന്റെ ഒരു ഭാഗമല്ല, എന്നാൽ എനിക്കിതൊക്കെ പറയണമെന്ന് തോന്നി. സംഭവം ഒന്നുമില്ല, ഈ അപ്രിസിയേഷൻ ഏതൊരാളും ആഗ്രഹിക്കണം, ക്രേവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഒരാൾ അപ്രിഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു പൈസ ചിലവുള്ള ഒരു കാര്യം പോലെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരാൾക്ക് ചെയ്യാൻ. അതേ സ്ഥാനത്ത് വല്ല ആളെ ഓപ്പോസിറ്റ് കുറ്റം പറയാനാണെങ്കില പറഞ്ഞുതരാം. ആ അത്ര പേർക്ക് ആൾക്കാരെ കുറ്റം പറയാൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ടാസ്ക്കാണ്. ജസ്റ്റ് അപ്രിഷിയേറ്റ്. അത് കേൾക്കാൻ ആൾക്കും പറയാൻ ആൾക്കും ഒരേപോലെ സന്തോഷവും സമാധാനവും തോന്നുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഇത്ര ചാടാ? ബുക്കിലേക്ക് വരാം. ഹ്യൂമൻ ഡിസയറിൽ അപ്രീസിയേഷൻ കഴിഞ്ഞാൽ വേറെ ആൾക്കാർ കൂടുതൽ ക്രേവിങ്സ് ആണ് ഒരു ഗ്രൂപ്പിലേക്ക് ഒത്തുപോവാം, ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് സെറ്റായി പോവാം. കൂടുതൽ ഞാൻ കോംപ്ലിക്കേറ്റ് ചെയ്യണം, ഇത് പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂസിങ് ആവുള്ളൂ. അപ്പൊ കുറച്ചുകൂടി സിമ്പിളാക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. ആ റിസർച്ച് ഞാൻ പറഞ്ഞുതരാം, അതായിരിക്കും പിന്നെ മനസ്സിലാക്കാൻ സുഖം. ആ റിസർച്ചിന്റെ പേരാണ് ദ ഫൈവ് മങ്കി ആൻഡ് ദ ലാഡർ. സംഭവം എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു കേജിൻ്റെ അകത്ത് 5 കുരങ്ങന്മാരെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ലാഡർ വെച്ച് ആ ലാഡറിന്റെ മുകളിൽ ഒരു പഴമുണ്ടായി. അപ്പോ ഈ ലാഡർ കയറി ഒരു കുരങ്ങൻ എടുക്കാൻ നോക്കും ആ പഴം. അപ്പൊ എടുക്കാൻ നോക്കുമ്പോ എന്താണ്, ഈ എല്ലാ കുരങ്ങന്മാരുടെയും മേത്ത് നല്ല തണുത്ത വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യും. കയറി കയറി ആ പഴം എടുക്കാൻ നോക്കുമ്പോ ഇങ്ങനെ സ്പ്രേ ചെയ്യും തണുത്ത വെള്ളം. അപ്പൊ എല്ലാരും ഓടും, പേടിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ. രണ്ടാമതും ഇതേപോലെ കയറി എടുക്കാൻ നോക്കും, അപ്പോഴും ഇതേപോലെ സ്പ്രേ ചെയ്യും. അപ്പൊ അവർക്ക് സാധനം മനസ്സിലായി, എന്ത്, ആ ലാഡറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാല് വെള്ളം സ്പ്രേ ചെയ്യും, അതുകൊണ്ട് ഷോ കൊള്ളും. അപ്പോ അവിടെ ആ 5 കുരങ്ങന്മാർക്കും ആ കാര്യം മനസ്സിലായി. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് അതിലെ ഒരു കുരങ്ങനെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു കുരങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പുതിയ കുരങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞോളൂ. അപ്പൊ ഒബ്വിയസ്ലി ആ പഴം കാണുന്നതുകൊണ്ട് ഈ ലാഡർ കയറി അത് എടുക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള കുരങ്ങന്മാര് ഈ ഒരെണ്ണത്തിനെ പിടിച്ച് ഇടിക്കും കയറാൻ നോക്കിയതിന്. അപ്പൊ ഇതേപോലെ തന്നെ വേറെ 2 കുരങ്ങന്മാരെ എടുത്ത് മാറ്റിയിട്ട് പുതിയ 2 കുരങ്ങന്മാരെ വേറെ ഇടും. അപ്പൊ അവരും ഇതേപോലെ കയറി നോക്കാൻ പോകുമ്പോ ഈ കുരങ്ങനെ പിടിച്ച് എല്ലാരും പിടിച്ചിടിക്കും. ആ പുതിയ കുരങ്ങനും ഇതിനെ പിടിച്ചിടിക്കും, കാരണം എല്ലാരും ഇടിക്കണ്ട്. അപ്പൊ അവനും കൂടെ ചേരും. എന്നിട്ട് ആദ്യം ഉണ്ടായ എല്ലാ കുരങ്ങന്മാരെ എടുത്ത് മാറ്റി, അതായത് ബാക്കിയുള്ള 2 കുരങ്ങന്മാരെ എടുത്ത് മാറ്റിയിട്ട് ഫുള്ള് പുതിയ കുരങ്ങന്മാരെ മാത്രമാക്കി. അപ്പൊ അതിലാര് ഇതിൽ കയറാൻ നോക്കിയാലും ഇവരെല്ലാരും ഇവനെ പിടിച്ചിടിക്കും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന കുരങ്ങന്മാർക്ക് ആർക്കും ഈ വെള്ളം സ്പ്രേ ചെയ്യുന്ന കാര്യത്തിനെ പറ്റി അറിഞ്ഞൂടാ. ഒരു കാര്യം അറിയാണ്ടാണ് ഇവരെല്ലാരും പിടിച്ച് ഇതിനെ ഇടിക്കുന്നത്. സോ എന്തിനാണ് ഇടിക്കണത് അവരോട് നമുക്കൊരു ചോദ്യം ചോദിച്ചാൽ അവർ ഒബ്വിയസ്ലി പറയാൻ പോണത്, എല്ലാവരും ചെയ്യണ്ട്, ഇങ്ങനെയാണ് ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അതാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ സത്യം പറഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കണം. അങ്ങനെ എന്തിനാണെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും നമ്മൾ ചെയ്യും. കാരണം എന്താണ്, അങ്ങനെയാണ് ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഹാബിറ്റ്സിന്റെ കേസിൽ ഇവിടെ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ഹാബിറ്റ് ആണോ ചെയ്യാൻ നോക്കുന്നത്, അതിപ്പോ എക്സാമ്പിൾ വെച്ചാൽ ഞാൻ പറയാം, ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങണം, ജിമ്മിൽ പോകണം, അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ വേണം. അങ്ങനത്തെ ഒരു ഹാബിറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിം ഫ്രീക്സ്, ജിമ്മന്മാരുടെ ഇടയിൽ സെറ്റ് ആവാം. അതായത് അവരുടെ ഒപ്പം കൂട്ടുകൂടാം, അവരുടെ സർക്കിളിൽ എപ്പോഴും നിങ്ങൾ നിൽക്കുക. അപ്പൊ എപ്പോഴും ഇതിനെപ്പറ്റിയുള്ള ടോക്സും അതിനെപ്പറ്റി ഉള്ള കോൺവെർസേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോയി തുടങ്ങും. അതാണ് ഇതിന്റെ സൈക്കോളജി. അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഹാബിറ്റ് നമ്മുടെ ഓട്ടോമാറ്റിക് ആയി പോണ 3 തരത്തിലാണ്. ഒന്ന്,
ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. 2 ഗ്രൂപ്പ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. 3 സെലിബ്രിറ്റീസ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ്. ഈ 3 തരത്തിലാണ് നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ഹാബിറ്റ് എങ്ങനെ ഈസി ആക്കാം, ഇത്ര ബുദ്ധിമുട്ടില്ലാണ്ട് എങ്ങനെ ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് ഇനിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ സത്യം പറഞ്ഞാൽ കുറേയൊക്കെ ഭയങ്കര സിമിലർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാപ്റ്റർ 10 to ചാപ്റ്റർ 14 ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ചെയ്യണത്. കാരണം എല്ലാ ടോപ്പിക്സും അത്യാവശ്യം സിമിലറാണ്. So until then, I'm building something bigger. Stick around. Assalamu alaikum.